ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് എസ് എച്ച് ബ്ലോഗ്സ് ആൻഡ് ഗെയിംസ്. നമ്മൾ വന്നിരിക്കുന്ന ഒരു മൈൻക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. നമ്മുടെ മൾട്ടിപ്ലെയർ സീരീസ് അല്ല, ഞാൻ ഒറ്റയ്ക്കായിട്ട് ഒരു മൈൻക്രാഫ്റ്റ് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഇന്നലെ അങ്ങോട്ട് വിചാരിച്ചേ ഉള്ളൂ. അപ്പം നമുക്ക് ഞാൻ ചെയ്യാനും വിചാരിച്ചു. പിന്നെ വയനാട് ഭയങ്കര പ്രശ്നമായതുകൊണ്ട് എനിക്ക് പറ്റുന്ന രീതിയിലൊന്ന് സഹായിച്ചു കൊടുക്കുക ഗൈസ്. ഓക്കെ, അതും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് 14 ലൈക്സ് ആണ് ബ്രോ അല്ലല്ലോ ഗൈസ്. അപ്പോൾ റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് സെപ്റ്റംബർ 8 നമ്മളൊരു ലൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ്. നമ്മൾ ഇന്നൊരു ഒരു വീട് കിടക്കാച്ചി വീട് ഉണ്ടാക്കണം ഗൈസ്. പിന്നെ നമ്മൾ വന്നപ്പോൾ തന്നെ നോക്കുമ്പോൾ ഒരു വീട് കാണാനുണ്ട്. നമുക്ക് ഒരു മരമൊക്കെ പൊട്ടിച്ച് ഇപ്പം തന്നെ പോയി നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ വന്നിട്ടുണ്ട്. നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് ഓടിച്ചാടി പോവുകയാണ്. എന്തൊക്കെ ഉണ്ട്, ഒരു വാതിലൊക്കെ ഉണ്ടല്ലോ. നോക്ക് ആരെങ്കിലും ഉണ്ടോ? ഒരു ഫുൾ സെറ്റപ്പാടാ. ക്യാമ്പ് ഫയർ ചെസ്റ്റൊക്കെ ഉണ്ടല്ലോ, ഫുൾ സെറ്റപ്പാണല്ലോ. RF ഉണ്ട്, വാട്ടർ ബോട്ടില്, ഫുഡൊക്കെ ഉണ്ടോ. ഇതൊക്കെ ഉണ്ട്. ഫുഡ് നമുക്ക് ഈ വീട് വേണ്ട, ഈ വീട് പിടിക്കട്ടെ. നമുക്ക് ഇതേപോലെ തന്നെ ഒരു വീട് കൂടി ഉണ്ടാക്കാം. ഒരു രസം. ഇവിടെ വേറെ എന്തൊക്കെ ഉണ്ട് ഗൈസ്. എന്താണ് ഈ ഗെയിമിന്റെ പേര്? ശരിക്കും മൈൻക്രാഫ്റ്റ് ഒന്നല്ല, വേറെ ഫേക്ക് വേർഷന്. അതിന്റെ ഏകദേശം റിയൽ മൈൻക്രാഫ്റ്റ് തന്നെയാണ് അല്ലടാ? ഏകദേശം ഇല്ല, മുഴുവനും ഹൈക്കോയി ബൈ. ഈ ഗെയിമിന്റെ പേര് എന്താണത്? എന്താണത്? ഒരു വീട്. ഇങ്ങനെ പല സാധനങ്ങളും ഇവിടെ വരും. നമുക്കൊരു ഡോഗിനെ ടേം ചെയ്തെടുത്താലോ? എന്നിട്ട് ബോട്ടിൽ ഞാൻ നോക്കാം. ഇവിടെ വല്ല പട്ടി. ഹരിറാം കൃഷ്ണ ജഗന്നാഥ്, പോടാ വെള്ളത്തിൽ പോയി കുളിക്ക്. ഭയങ്കര ചളി ഉണ്ടാവും. പോടാ വെള്ളത്തിൽ പോയി. മീറ്റ് കിട്ടി. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഐശ്വര്യമായിട്ടൊരു മരം വെട്ടി തുടങ്ങാം. അതുകൊണ്ടൊരു മരം അറിയാതെ നിൻ്റെ അനിയനൊന്നും ഞാൻ അടിച്ചപ്പോൾ അറിയാതെ ഒന്ന് ചത്തുപോയിട്ടോ കേട്ടോ. മാമനോടൊന്നും തോന്നല്ലേ. നമുക്ക് പോയിട്ട് ഓടിപ്പോയിട്ട് അവിടെ പോയി മരം മുറിയാം. ഐശ്വര്യമായി ഇതുപോലെ. ഈ നമ്മൾ ആദ്യം പൊട്ടിക്കുന്ന മരം നമ്മൾ യൂസ് ചെയ്യില്ല കേട്ടോ, നമ്മൾ മാറ്റി വയ്ക്കും. അതാ നമുക്ക് ഇവിടെ ഇങ്ങനെ വയ്ക്കും. ഇവിടെ ഇരിക്കട്ടെ. അത് നമ്മൾ ഓർമ്മയ്ക്ക് വെച്ചേക്കണം. ആദ്യത്തെ മരം അതാണ് നോക്കാൻ. ഇത് രണ്ടാമത്തെ മരമാണ് ഗൈസ്. ഇത് നമ്മൾ പൊട്ടിച്ച് രണ്ടാമത്തെ മരം അവിടെ കൊണ്ടുവയ്ക്കും, മൂന്നാമത്തെ മരം അവിടെ കൊണ്ടുവയ്ക്കും, നാലാമത്തെ മരം കൊണ്ടുവച്ച് അവസാനം മരം കിട്ടില്ല. അതാണ് ഇവിടെ സംഭവിക്കാൻ പോണത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ ഒരു മരം മാത്രം നമ്മൾ അവിടെ വെച്ചു. മരം പൊട്ടിച്ച് ഇത് മൾട്ടിപ്ലെയർ ആയിട്ട് കളിക്കുമ്പോൾ ഇങ്ങനെ സംസാരിച്ച് കളിക്കുമല്ലോ, പൊളിയാവും. നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ എന്തായാലും അങ്ങനെ ആവുക. ലൈവ് ചെയ്യണേന് എങ്ങനെയാണെന്നൊന്നും എനിക്ക് വലിയ പിടിയില്ല ഗൈസ്. ഓക്കെ, മരം വേണ്ടെടുക്കും. നമുക്ക് ഇവിടെ അല്ലല്ലോ വെക്കണ്ടേ. ഇതൊക്കെ ഇതൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ, കുറച്ച് വുഡ്, എന്നിട്ട് ഓടിപ്പോയി ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ, എന്നിട്ട് ഒരു പിക്കാക്സ്, പിന്നെ നമുക്കൊരു കാര്യം ചെയ്തല്ല, അവിടെ ഇരിക്കണ വീടില്ലേ, എന്നിട്ട് നമ്മളൊരു വീട് ഉണ്ടാക്കിയിട്ട് ആ രണ്ട് വീടും കൂടിയിട്ട് ഒരുമിച്ച് ഒരു വീടാക്കുക. ഈ വീടും നമ്മളൊരു വീടും ഉണ്ടാക്കുക. ഞാൻ ഒരു വീടുണ്ടാക്കി പിന്നെ ഒന്നിനും കൊള്ളൂല. അറിയാലേ. കറക്റ്റ് ദ പോയിന്റ് ആണ് പറഞ്ഞത്. നോട്ട് ദ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ ഗൈസ്. ഐശ്വര്യം. താങ്ക്സ്. നമ്മുടെ മറ്റേ മൾട്ടിപ്ലെയറിൻ്റെ അടുത്ത് വീടുണ്ടാക്കി കണ്ടില്ലേ ഗൈസ്? അത് വലിയ കുഴപ്പമില്ലാന്നെനിക്ക് തോന്നി, പക്ഷെ നല്ല കുഴപ്പമുണ്ട്. എടാ, ഞാൻ പറഞ്ഞ പോലെ ഈ വീടിൻ്റെ ഒപ്പമായിട്ട് ഈ ഒരു വീടുണ്ടാക്കി അപ്പുറത്ത് വല്ല ഉണ്ടാക്കുക. അപ്പുറത്തെ കരയില് അത് കാണുന്ന സ്ഥലത്ത് ഉണ്ടാക്കിയാൽ പോയി. കുറച്ച് സ്റ്റോൺ പറക്കും ഗൈസ്. പറക്ക് പൊട്ടിക്കടാ.
പിന്നെ നിങ്ങൾക്ക് വല്ല എൻ്റെ ഒപ്പം കളിക്കണമെങ്കിൽ പറ്റില്ല, എൻ്റെ അടുത്ത് വേണം നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഒപ്പം കളിക്കാൻ പറ്റും. അതാണ് വരും. അതുകൊണ്ട് RFൻ്റെ വീട് എൻ്റെ വീടിൻ്റെ അടുത്തായി. RF, അച്ചു, ക്യാമറമാൻ സ്നിഡു, അവൻ്റെയൊക്കെ വീട് ഇവിടെ അടുത്താണ്. അപ്പോൾ സെറ്റാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ വന്ന് ഞങ്ങൾ ഇതൊട്ടും കളിച്ചിട്ടില്ല, കളിക്കാൻ മാത്രമേ മാനോട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓടിപ്പോയി വെക്കാം അമ്മേ. ഇവിടെ ഒന്നും വേണ്ട, നമുക്ക് ആ മലയിൽ പോയി വെക്കാം. അല്ല കുറച്ചുകൂടി രസം. ഏത് അതാണോ? ഏത് മല? ഏതെങ്കിലും ഒരു മലയുടെ മേലെ അതാക്കിയൊരു അതാവോ? അതിന് റോക്കറ്റ് വേണോ പോവാൻ? റോക്കറ്റ് വേണ്ട, ബ്ലോക്ക് മതി. നമുക്ക് ആ എന്നിട്ട് ആ ബ്ലോക്ക് ഫുള്ള് പൊട്ടിക്കണ്ടേ? പൊട്ടിക്കണ്ട, ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയപ്പോൾ ഒരു വർഷമാകുന്നുള്ളൂ. ഒരു കേവ് എന്തൊക്കെ ഉണ്ട് നോക്കാം. കോളുണ്ട്, കേവ് തന്നെയല്ലേ? ആ അതുകൊണ്ട് അണ്ടകാല കുഴി, ഒരു അണ്ടകാല കുഴിയുണ്ട്. പുറത്തോട്ട് പോവാം, കളഞ്ഞു പോകണ്ട. സോംബിയുടെ കയ്യിലൊക്കെ ചാവും ചിലപ്പോൾ. ഒരു പ്രോ പ്ലെയർ ഒന്നല്ലേ ന്യൂബ. നമുക്ക് ഈ വീടിന്മ തങ്ങാം. ഇതിനൊക്കെ സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടേ നമുക്ക് നോക്കാം. ഇത് വേണ്ട, ഇതൊരെണ്ണം, പിന്നെ ഇതൊരെണ്ണം മതി. ബാക്കിയുള്ളതൊക്കെ എടുത്ത് വയ്ക്കും. ഇതെടുത്ത് വയ്ക്കുക, ഇതെടുത്ത് വയ്ക്കുക, ഇതെടുത്ത് വയ്ക്കുക, ഇതെടുത്ത് വയ്ക്കുക, ഇതെടുത്ത് വയ്ക്കുക, ഇതെടുത്ത് ഇവിടെ വയ്ക്കുക, ഇവിടെ വയ്ക്കുക. ഓക്കെ. ഷീപ്പ് ഹലോ ബൈ. എനിക്കെന്നോടെ ചത്താണ്. എനിക്ക് ബെഡ് ഉണ്ടാക്കണം. എൻ്റെ പണ്ടത്തെ സൈക്കോ തരവ് പുറത്തു കൊണ്ടുവരുന്നത്. ഓക്കെ, നമുക്ക് ചിക്കൻ കാല് ഇതെന്താ മട്ടനും വറക്കാൻ പറ്റിയ ഗൈസ്. ഇൻപുട്ട് ആദ്യം എന്തെങ്കിലും വെക്കുക, ഫ്യൂവല് ഇത് വയ്ക്കുക. ആദ്യം തന്നെ കത്തിക്കാതെ നേരെ അടിച്ചിട്ട് ചിക്കൻ വെച്ചൊന്ന് വറക്കാൻ പറ്റില്ല. പെട്ടെന്ന് വെച്ചിട്ട് ചെയ്യാം. നിങ്ങൾ പെട്ടെന്നൊന്ന് ആഞ്ഞു പിടിച്ചാൽ നമുക്കൊരു 100 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് തന്നെ നോക്കാം. ആഞ്ഞു പിടിക്കുക ഗൈസ്. എന്താണ് ഇരിക്കട്ടാ, ഞാൻ പോരാ. കണ്ടകാല കുഴിയുടെ ഉള്ളിലേക്ക് പോയിട്ട് വരും ഗൈസ്. അല്ല, ഇതാണോ അതിൻ്റെ എൻട്രൻസ്? അങ്ങോട്ടൊന്നും പോണ്ട, വെള്ളമാണ്. വെള്ളം മുങ്ങി ചാവും. നീന്തറിയില്ല റിയൽ ലൈഫിലും ഈ ഗെയിമിലും. എനിക്കറിയാം, അനക്കറിയില്ല, എനിക്കറിയില്ല. ഏ അനക്കറിയണ്ട് അറിയില്ല, എനിക്കറിയില്ല. പക്ഷെ എനിക്കറിയാം നീന്താൻ. ഇവനെ ഏതോ മെന്റൽ ഹോസ്പിറ്റലിൽ എടുത്തോണ്ട് വന്ന ഐസിനകത്ത് എന്തൊക്കെയോ പറയുന്നു. അതാണ് എൻ്റെ ചെവിക്ക് കുഴപ്പമൊന്നും. നിങ്ങളൊന്നും വിചാരിക്കണ്ട, ഞങ്ങളുടെ സ്ഥിരം പണിയാ ഓരോന്ന് പറഞ്ഞു. എൻ്റെ പരിപാടി വീഡിയോ എടുക്കില്ല, രാത്രി പറയും. എടാ പോയി വീട്ടിൽ തങ്ങണം, അല്ലെങ്കിൽ സോംബികൾ പിടിച്ചോണ്ട്. സോംബികൾ കുണുവാവില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാൽ സൈക്കോരാജ അതിൻ്റെ ഉള്ളിലേക്ക് പോയിരിക്കും. ഞാൻ പോണി, ആരെ പറയും? നീ പോയി ചത്തിട്ട് വാ. ഞാൻ ടോർച്ച് ഉണ്ടാക്കട്ടെ, കണ്ണു കാണില്ല. സൈക്കോ എന്താ സൗണ്ടൊക്കെ കഴിയണില്ലല്ലോ. അതിലേടെ പറഞ്ഞ് ഗുണാക്കേ വന്ന് കുട്ടാട്ടനെ വിളിച്ചു, അല്ലെങ്കിൽ പൊകുന്തെടുക്കാൻ ആരും ഉണ്ടാവില്ലേ. സോംബിനൊന്നും കാണില്ല. അമ്മേ എൻ്റെ അച്ഛൻ കിടന്ന് ചാവണം. പൊളിയും തിരിച്ച് കയറാനും പറയാൻ പോകാനും. ബെഡ് ഉണ്ടാക്കണ്ടേ, പിന്നെ എങ്ങനെ റീസ്പോൺ ആവുക? അതൊക്കെ അറിയാൻ പാടില്ല. ഏതോ ഒരു കൂടി എന്താത് ഞാൻ പറഞ്ഞല്ലേ, ഗുണാക്കേവാന്ന്. വീട്ടിൽ മഴ പെയ്തു ഗൈസ്. നമുക്ക് വരാം ഗൈസ്. ഇതിനൂടി ടോർച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വരാം. ഇത് നോക്കി ഇവിടെ ഇരിക്കട്ടെ. നേരെ മേലേക്ക് പോവാ. ടോർച്ച് വെച്ചാൽ നന്നായി, വഴി മനസ്സിലാവും. അല്ലെങ്കിൽ ഇവിടെ തന്നെ പെട്ടാനെ. എങ്ങനെ ചാവനെ? ഇവിടെ ഒരു കോക്കാപ്പൂച്ചയും കാണല്ലേ, ഇവിടെ ഒരു മനുഷ്യക്കുഞ്ഞിനും കാണല്ലേ. ഫ്യൂവല് വെറുതെ തീർക്കണ്ട കേട്ടോ. ഈ ഫ്യൂവലല്ലേ, മര. ഫ്യൂവല് മരാടാ. ഫ്യൂവലും ഫുഡും കഴിയാറായിരുന്നു. സോംബി പിടിച്ചു രാത്രിയാടാ. എന്തായാലും പോവൊന്നുമില്ല കയ്യിന്ന്. നീ കയറി ചെല്ലുമ്പോൾ സോംബിയുടെ കഴിക്കും. കഴിഞ്ഞാക്ക് വളച്ചെന്തോ
സ്കെൽട്ടൻ സ്കെൽട്ടൻ രാജാവേ എന്നെ കൊല്ലരുതേ. ഞാൻ ഇപ്പൊ ജനിച്ചു വന്നിട്ടുള്ളൂ. വീട്ടിൽ കയറിപ്പോടാ. വീട്ടിൽ കയറിപ്പോടാ. ഞാൻ പറഞ്ഞത് അപ്പളേ ഗുണാക്കേവിക്ക് വെറുതെ ഇറങ്ങി പോണ്ട ഈ എന്നെ പെടുകയാണ്. മാറിക്കടാ. ഓ സമാധാനായി. ഇതിന്റെ ഫുഡ് ഇട്ടോ ഇതൊക്കെ എടുത്ത് കഴിക്കാം. സെറ്റപ്പ് ഇത് അത്ര ബെഡ് ഉണ്ടാക്കടാ. ബെഡ് ഉണ്ടാക്കി കിടന്നു. ബെഡ് ഉണ്ടാക്കാൻ എനിക്ക് എൻ്റെ ഇതില്ല. ഇതെല്ലാം ഒരെണ്ണുള്ളൂ. ഒന്ന് അങ്ങനെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങണ്ട. ഗൈസ് നമുക്ക് രാവിലെയായിട്ട് വേണം. അയ്യോ ഗൈസ് ഒരു വലിയൊരു യുദ്ധം കഴിഞ്ഞൊരു ഫീല്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഒരു യുദ്ധം കഴിഞ്ഞത്. നോക്ക് ഗൈസ് 2-3 വട്ടം ഞാൻ ചത്ത്. എൻ്റെ പൊന്നെ കണ്ട നമ്മുടെ ആറഫിനോട് ചോദിച്ചാൽ അറിയാം എൻ്റെ ഇപ്പം ഇവിടെ നടന്നു. വലിയൊരു യുദ്ധം എന്ന് പറഞ്ഞ വലിയൊരു യുദ്ധം. എല്ലാവരും പ്രാന്ത് പിടിച്ച പോലും പിന്നാലെ വരിക. ഞാൻ രാവിലെ ഒന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയത് ഗൈസ്. ചത്ത് മനുഷ്യ മതിയായി. ആക്സൊക്കെ പൊട്ടി, പിക്കാക്സും പൊട്ടി. ഇപ്പം അങ്ങനെ സാധനങ്ങളൊന്നും കാണില്ല ഗൈസ്. പോയിട്ടേ വല്ല ബെഡാ എന്തെങ്കിലും കണ്ടുപിടിക്കാം. ഈ സാധനം കണ്ടു വന്നേ. അയ്യോ അതെവിടെ കൊണ്ടുവച്ചേന് മൂള് ഷീപ്പിനെ കൊണ്ടാക്കിട്ടുണ്ടോ. അയ്യോ അപ്പം അത് പോയിരിക്കുന്നു. കത്തും പോകുകയും അപ്പം ഇനി നമുക്ക് 2-3 ഷീപ്പിനെ കൊല്ലാൻ പോവാം. കാണണ്ടേ മഴ തീ ചെയ്യുമെന്ന് തന്നെ കൊന്നു. ഇന്നലെ നന്മയുള്ള ലോകം. അയ്യോ നന്മയുള്ള ലോകം എന്ന് പറഞ്ഞപ്പോൾ ദോ ഇരുന്ന് സോംബി. അയ്യോ തോട് സ്പൈഡറൊക്കെ വരുന്നേ. എടാ നിങ്ങളോട് ഞാൻ എന്താടാ ചെയ്തേ? എന്നെ അടിക്കാൻ വരുമ്പോ ഞാൻ അടിക്കുന്നുള്ളൂ. കാരണം നിങ്ങളോട് എനിക്ക് ഒരു രാവിലെ ആയി. മഴക്കാരോണ്ടേ ഇരുട്ടല്ലേ. ശരി പോയേ അതുകൊണ്ട് കേറിയിരുന്നു. ഷീപ്പിനെന്തേലും പിടിക്കണം നമുക്ക്. എടാ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മറന്നെ. എടാ ഹൗസ് നമുക്ക് വണ്ടിയാക്കിയാലോ അതിനെ. ഹൗസല്ലടാ ഈ ഹൗസിന് പറഞ്ഞേ. എടാ ഹൗസ് വെക്കാൻ പറ്റിയ സ്ഥലം. ഓ അങ്ങനെ ഞാൻ ഹൗസ് മനസ്സിലായി. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങി പോവണം. എൻ്റെ ടോർച്ച് കാണാനില്ലല്ലോ. ചത്തപ്പ അവിടെ ഇട്ട് പോന്നു. ഞാൻ അങ്ങോട്ട് ചാടണം. ഓക്കെ ഓക്കെ. എന്തിനാണ് വെറുതെ കിടന്ന് കഷ്ടപ്പെടണേ? കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതിയിരുന്നില്ലേ? ഇതെടുക്കണേ. എല്ലാരും നീ പറഞ്ഞ പോലെ അല്ലേ. ശരി എടുത്തിട്ട് പോവാൻ. എനിക്ക് ഗുണക്കേവിക്ക് ഇറങ്ങണം. ഫുഡ് വേണം. ഗുണക്കേവിൽ എന്ത് കുഴപ്പമുണ്ടാകും? അപ്പൊ പോയേനെ. ഗുണക്കേവിൽ ഒന്നും ഉണ്ടാവില്ലടാ. അല്ലാണ്ട് നമുക്ക് ഈ കേവിനെ ഗുണക്കേവ് എന്ന് വിളിച്ചാലോ? അതിനെ ഇത്ര നേരം നമ്മൾ വിളിക്കുന്നത്. അല്ലാണ്ട് പിന്നെ തേങ്ങാനെ വിളിക്കുന്നതാണ് ഇത്ര നേരം. എന്തേലും മൈൻഡപ്പ് ചെയ്യാൻ നിന്ന് ഇതേനെ വഴി ഉണ്ടാകുന്നില്ല. ഇത്ര കഷ്ടപ്പെട്ട് നേരെ എന്തിനാ പൊങ്ങിപ്പോണേ. അയ്യോ ഓടിക്കോ. ഇന്ത്യ ഈ വീട് ഉണ്ടാക്കിയവനൊരു ഇതന്നെ കൊടുക്കണം. ഒരു അവാർഡ് കൊടുക്കണം. നല്ല വീട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമ്മുടെ ഇങ്ങനെയുള്ള വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ. റോഡ് ടു 100 subscribers ആണ് ഗൈസ്. ബൈ.